നമസ്കാരം. മുനമ്പം മേഖലയിലെ ജനങ്ങൾ നടത്തുന്ന റിലേ നിരാഹാര സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം എറണാകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ഹൈക്കോടതി കവലയിൽ സംഘടിപ്പിച്ച മുനമ്പം ഐക്യദാർഢ്യ നീതി ജ്വാല കേരള കോൺഗ്രസ് എം എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വഖഫ് ഭൂമി എന്ന് പറയുന്നത് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഭൂമിയല്ല. കാരണം വഖഫ് ചെയ്യാൻ പറ്റിയ നിയമത്തിൽ കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒരു തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 1902 തിരുവിതാംകൂർ രാജാവ് സത്താർ സേട്ടിന് ലീസിന് കൊടുത്ത ലാൻഡ് അത് ഒരിക്കലും വഖഫ് ആവുകയില്ല. എന്നിരുന്നാൽ തന്നെ അത് തലമുറകൾക്ക് ശേഷം അത് ഫറൂഖ് കോളേജിന് കൊടുക്കുകയും ഫറൂഖ് കോളേജ് അത് നിയമപരമായി തന്നെ നമ്മുടെ മുനമ്പം നിവാസികൾക്ക് കൃത്യമായി പൈസ വാങ്ങി തന്നെ ആദാനം ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് 10-35 കൊല്ലമായിട്ട് 435ഓളം ആളുകൾ അവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഇറക്കി വിടുന്നതിന് തക്ക രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. കാരണം SSLനായ മാണി സാറ് ഈ കേരള സംസ്ഥാനത്ത് കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ അതിന്റെ കൈവശാവകാശമുള്ള എല്ലാവർക്കും പട്ടയം നൽകിയ നേതാവാണ് ഞങ്ങളുടെ KM മാണി സാർ. ആ KM മാണി സാറിന്റെ പൈതൃകം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, വഖഫ് വിഷയത്തിൽ വഖഫുമായിട്ടുള്ള യാതൊരു വക ഇടച്ചിലുമില്ലാതെ മുനമ്പം ദേശക്കാർക്ക് അവരുടെ കൈവശത്തിരിക്കുന്ന ഭൂമി കൃത്യമായി തന്നെ അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ കേരള കോൺഗ്രസ് എടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ ജ്വാല ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാഷ്ട്രീയകാര്യ ഉപദേശക സമിതി അംഗവും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ അഡ്വക്കേറ്റ് VV ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. കാലങ്ങളായി കടലിനോട് ഏറ്റുമുട്ടി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന 5, 6, 10 സെന്റുള്ള ആളുകളുടെ ഭൂമി വിജയാപ്പിച്ച് ചെല്ലുമ്പോൾ അത് വഖഫിലിരിക്കുകയാണ്. അതുകൊണ്ട് കരമടയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭൂമി പണയപ്പെടുത്താൻ ഒക്കുകയില്ല. യാതൊന്നും ഈ ഭൂമി വെച്ച് ചെയ്യാൻ പറ്റുകയില്ല എന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ അവിടെ ഒഴിഞ്ഞു വീഴുന്ന കാരണവന്മാരും കാരണവൃത്തിമാരും അതുപോലെയുള്ളവരുടെ മക്കളും അനുഭവിക്കുന്ന ദുഃഖം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ ഒക്കുകയില്ല. ഈ ജ്വാല ഇവിടെ തെളിയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും ഇതുപോലുള്ള ജ്വാലയാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഇത് മനുഷ്യാവകാശമാണ്, ആരെയും കുടിയൊഴിപ്പിക്കാൻ ഒക്കുകയില്ല. ഇത് ഭരണഘടന ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സമരമാണ്, അതിന് നീതി കിട്ടണമെന്ന്. തൃക്കാക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് സാബു നിരപ്പുകാട്ടിൽ ആശംസ പ്രസംഗം നടത്തുകയും കേരള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഈ പ്രതിഷേധ ജാല തെളിയിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ ചെയർമാനും കേരള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഉൾപ്പെടെ കഴിഞ്ഞ 2 ആഴ്ച മുനമ്പത്ത് പോവുകയും അവിടെ വിഷമത്തിലിരിക്കുന്ന ആ തീരദേശവാസികളുടെ പ്രശ്നങ്ങളിൽ മനസ്സിലാക്കുകയും അത് കൃത്യമായി ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും നമ്മുടെ ചെയർമാൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അതിന് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസിന്റെ നമ്മുടെ ചെയർമാൻ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് അതിന്റെ പോരായ്മകളും വിഷയങ്ങളും ഗവൺമെന്റിൽ ധരിപ്പിക്കുകയും അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാത്മകമായ ഒരു മുന്നോട്ടം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഫലപ്രാപ്തിയിലെത്തും. നമ്മൾ ഏതായാലും മുനമ്പം നിവാസികളുടെ കൂടെയാണ്. ചെയർമാൻ അവിടുന്ന് പോന്നപ്പോൾ അവിടെയുള്ള ഓരോ നിവാസികളോടും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്.
തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഭൂമി നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും. അതിന് കേരള കോൺഗ്രസ് ഏതറ്റം വരെ പോകുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ചെയർമാൻ അവിടെ നിന്ന് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നം തീരുന്നിടം വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ലോപ്പസ് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു.